എല്ലാവർക്കും ആവുന്ന തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദിവസവും ട്രേഡ് ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റെങ്കിലും ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ട്രേഡും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 50% അല്ലെങ്കിൽ 60% സക്സസ് റേഷ്യോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഡേ ട്രേഡിൽ സക്സസ് റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു സക്സസ് റേഷ്യോ ഒരു 5% 10% കൂട്ടാൻ സഹായിക്കുന്ന ചെറിയൊരു സിമ്പിൾ ടിപ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നത് വഴി നമുക്ക് എങ്ങനെ നമ്മുടെ ട്രേഡും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഇൻഡെക്സ് നോക്കി ട്രേഡ് ചെയ്യുന്നതിനെ പറ്റി കുറേ ആൾക്കാർക്ക് അറിയുന്ന കാര്യമായിരിക്കും, എങ്കിലും അറിയാത്ത കുറേ അധികം ആളുകളുണ്ട്. ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇൻഡെക്സിൻ്റെ ലെവൽസും കാര്യങ്ങളൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ ലെവൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലായിട്ട് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ട്രേഡും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് നമുക്കൊരു ബെറ്റർ ട്രേഡറായി മാറുക എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ടെലിഗ്രാം ചാനലുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും അതുപോലെ തന്നെ ഞാൻ വാങ്ങുന്ന ഷെയർസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ ഒരു ടെലിഗ്രാം ചാനലിലൂടെ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിന്റെ പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യാണ്. അപ്സ്റ്റോക്സിനെ പറ്റിയ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ഉണ്ടാവും. അപ്പോൾ അപ്സ്റ്റോക്സിൽ ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ, അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ നിങ്ങൾക്ക് ഒരു മലയാളി ഏജന്റിന്റെ സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്ത അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇൻഡെക്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻഡെക്സിനെ പറ്റി എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെയും മറ്റ് മൂവ്മെന്റ് ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ സഹായിക്കുന്ന ഒരു സൊല്യൂഷനാണ്, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഇമ്പോർട്ടൻ്റ് രണ്ട് ഇൻഡെക്സുകളാണ്, സെൻസെക്സും അതുപോലെ തന്നെ നിഫ്റ്റിയും. ഓക്കെ, നമുക്ക് നമ്മുടെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എളുപ്പത്തിൽ ഈ ഒരു രണ്ട് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കറിയാം, ബാങ്കിങ് സെക്ടറിന് വേണ്ടി നമുക്ക് നിഫ്റ്റി ബാങ്ക്, അതുപോലെ തന്നെ ഫാർമ സെക്ടറിന് വേണ്ടി നിഫ്റ്റി ഫാർമ തുടങ്ങിയ ഇൻഡെക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുവഴി നമുക്ക് ഈ പറയുന്ന ഇൻഡെക്സുകളൊക്കെ ട്രാക്ക് ചെയ്യുന്ന വഴി ആ ഒരു പർട്ടിക്കുലർ സെക്ടറിന്റെ മൂവ്മെന്റും കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എളുപ്പത്തിൽ ആ ഒരു സെക്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ ഈ പറയുന്ന നമുക്ക് പല സെക്ടോറിയൽ ഇൻഡെക്സുകളും അതുപോലെ തന്നെ ഈ ഇൻഡെക്സുകളിൽ നിന്നും ഞാൻ പ്രധാനമായിട്ടും ട്രാക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് രണ്ട് ഇൻഡെക്സുകളാണ്. അതിലൊന്നാണ് നിഫ്റ്റിയും അതുപോലെ തന്നെ രണ്ടാമതാണ് ബാങ്ക് നിഫ്റ്റി. നമുക്കറിയാം, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ വോളറ്റൈൽ. നമുക്കറിയാം, ഈ കൊറോണ കാരണമൊക്കെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുള്ളത് ഫിനാൻസ് സെക്ടേഴ്സിനൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ബാങ്കിങ് സെക്ടേഴ്സ് പോലുള്ള സ്റ്റോക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ വോളറ്റൈലാണ്. അപ്പോൾ ഇത്തരത്തിൽ ബാങ്കിങ് സ്റ്റോക്കുകളിലേക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ബാങ്കിങ് ഇൻഡെക്സും കൂടി നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ ട്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡുകളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് 5% 10% പോലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കും. നമുക്ക് എന്തിനാണ് നമ്മൾ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്ന വഴി നമുക്ക് സ്റ്റോക്കിന്റെ കേസ് അറിയാം, നമുക്ക് അതിനൊരു സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു സപ്പോർട്ട് ലെവൽ വരുന്ന സമയത്ത് ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കാനും, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലെവലിൽ വരുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റോക്കിൽ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത്, അതായത് ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആ പർട്ടിക്കുലർ സ്റ്റോക്കിൽ എൻട്രി എടുക്കാനും മറ്റൊക്കെ സഹായിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾക്ക് ഉള്ളതുപോലെ തന്നെ ഇൻഡെക്സുകൾക്കും ഈ ഒരു പറയുന്ന സപ്പോർട്ട് ലെവൽസും റെസിസ്റ്റൻസ് ലെവൽസും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഒരു സ്റ്റോക്ക് ചിലപ്പം സപ്പോർട്ട് ലെവൽ എത്തി അത് ചിലപ്പം തിരിച്ചു കയറാനുള്ള സാധ്യത, അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോളോ ചെയ്യാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഡെക്സും കൂടി നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ ബാങ്കിന്റെ ഇൻഡെക്സ് ആയ ബാങ്ക് നിഫ്റ്റി അതിന്റെ കുറച്ച് ഫോളോ നടന്ന ഒരു സപ്പോർട്ട് ലെവൽ എത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് അവിടുന്ന് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഇൻഡെക്സ് അതിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതേ സമയത്ത് ഒരുവിധം എല്ലാ ബാങ്കിങ് സ്റ്റോക്കുകളിലും ആ ഒരു ഫോൾ, അതായത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുവിധം സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ ഫോൾ ഉണ്ടായി ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും നമ്മൾ പ്രോപ്പറായ രീതിയിൽ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലൈവ് ചാർട്ടും അതുപോലെ തന്നെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ഇൻഡെക്സ് ട്രാക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സ് പ്രോപ്പറായി റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോപ്പറായി എൻട്രീസ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് എങ്ങനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം, നമ്മുടെ സക്സസ് റേഷ്യോ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുവേണ്ടി ഞാൻ ബാങ്ക് നിഫ്റ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്
നമുക്ക് ട്രേഡിനെയും മറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മറ്റ് ഇൻഡെക്സുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയാണ്. ഞാൻ ബാങ്ക് നിഫ്റ്റിനെ പറ്റി കുറേ അപ്ഡേറ്റ്സ് എൻ്റെ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും എൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം കുറച്ച് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് tradingview.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ട്രേഡിംഗ് വ്യൂ വെച്ചിട്ടാണ് ഈ ഒരു ചാർട്ട് അനലൈസും കാര്യങ്ങളൊക്കെ ഞാൻ നടത്താറുള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 28 മെയ് ആണ്, 28 മെയ് ആണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് ഇപ്പോഴും ഓപ്പൺ തന്നെയാണ്, മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അതിനുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഈ ഒരു ഇമേജ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇമേജ് ആണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് ഈ കാണാം. ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ചാർട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തത്. അത് ഞാൻ ഈ ചാർട്ട് കാണിച്ചത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു, അതായത് നിങ്ങൾ കാണുന്ന ഈ ഒരു ഏകദേശം 12 മണി ഒക്കെ ആയ സമയത്ത് മറ്റാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു ചാർട്ട് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചാർട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്ക്സിൽ ഒരു ഫോൾ പോസിബിൾ ആണെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ബാങ്ക് സ്റ്റോക്സ്, അതായത് ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടാണ്, അതായത് ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യാന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ബാങ്ക് സ്റ്റോക്സ് ഫോളോ ചെയ്യുന്ന സമയത്തായിരിക്കും ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നിഫ്റ്റി ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് നിഫ്റ്റിയിലെ മേജർ സ്റ്റോക്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും നിഫ്റ്റി ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം വ്യൂ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഇവിടെ ഫോളോ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഫോൾ ഉണ്ടാവാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും ബാങ്ക് സ്റ്റോക്സ്, മേജർ ബാങ്ക് സ്റ്റോക്സിനും ഒരു ഫോൾ ഉണ്ടാവാൻ പോവാണെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ബാങ്ക്സിൽ ഒരു ഫോൾ പോസിബിൾ എന്നൊരു അപ്ഡേറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വ്യൂ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് 28 മെയ്ൻ്റെ ഈ ഒരു ചാർട്ട് വന്നത്. ഇവിടുന്ന് ഈ റൈസ് ആദ്യം തന്നെ മാർക്കറ്റ് കുറച്ച് രാവിലെ തന്നെ കുറച്ച് അപ് ട്രെൻഡിൽ മൂവ് ചെയ്ത് ഏകദേശം 500 പോയിൻറ്റോളം ബാങ്ക് നിഫ്റ്റി കയറിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി കയറി നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ഇവിടെ മാർക്ക് വെച്ച ലെവൽ പറഞ്ഞാൽ ഇതിന് രാവിലെ ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ഇവിടെ വന്നിട്ട് പലതവണ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ബാങ്ക് നിഫ്റ്റി ഈ ഒരു സ്ഥലത്ത് നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ വന്നിട്ട് റിജക്റ്റ് ആയി താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ടെക്നിക്കലിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നത് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ ആ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച ലെവൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നത് ഞാനൊരു ട്രെൻഡ് ലൈൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു രീതിയിൽ ഒരു ട്രെൻഡിൽ ഒരു അപ് ട്രെൻഡിൽ മൂവ്മെൻറ്റ് നടന്ന് ഓക്കെ ഈ ഒരു ലെവലിലെത്തി. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഇവിടുന്ന് താഴ്ന്നു വരുന്ന സമയത്ത് ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിന് ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ഈ ഒരു ലെവലിൽ തട്ടി റെസിസ്റ്റൻസ് ആദ്യം ബ്രേക്ക് ചെയ്തു, പിന്നീട് കുറച്ചും കൂടി മൂവ്മെൻറ്റ് നടത്തിയിട്ട് പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ തട്ടി ഈ ഒരു സ്റ്റോക്ക് താഴത്തോട്ട് വന്നു നിങ്ങൾ നോക്കുക. ഈ ഒരു ലെവലിൽ എത്തിയ സമയത്ത് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സപ്പോർട്ട് ഇത് ഓൾറെഡി ബ്രേക്ക് ചെയ്ത് ഈ റെസിസ്റ്റൻസ് ഇതിനൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ അതും ബ്രേക്ക് ചെയ്തു. അതുപോലെ നോക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു മൂവിങ് ആവറേജ് ആഡ് വെച്ചിട്ടുണ്ടായിരുന്നു. മൂവിങ് ആവറേജും അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ടായി. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ ഒരു റിജക്ഷൻ അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഫോളാണ് നടക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഒരു ട്രെൻഡിൽ ഉണ്ടാകുന്ന ഒരു റിവേഴ്സിലാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ആ ഒരു ഇതിലാണ് ഞാൻ അനലൈസ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ആ ഒരു സ്റ്റോക്കിൻ്റെ രാവിലെ മുതൽ അപ് ട്രെൻഡിൽ ഉണ്ടായിരുന്ന ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റിവേഴ്സിൽ വരാൻ പോവുകയാണെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇനീഷ്യൽ അനാലിസിസ്, അല്ലെങ്കിൽ അതിനൊരു ചാൻസ് ആണ് ഞാൻ കണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു മൂവിങ് ആവറേജ് കട്ട് ചെയ്ത് താഴത്തോട്ട് ഫോം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഏകദേശം എനിക്ക് ഒന്ന് 19,280-300 ലെവലിൽ ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിലുള്ള ഒരു ഫോള് പോസിബിൾ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ എത്തുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഫോള് പോസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബാങ്കുകൾ ഷോർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മേജർ സ്റ്റോക്സ് നമ്മുടെ ബാങ്കിലുള്ള ഒന്നിക്കിൽ നമുക്ക് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഇതിനെ നമുക്ക് 2 രീതിയിൽ ട്രേഡ് ആക്കാം. ഒന്നിക്കിൽ ഓപ്ഷൻസിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിക്കിൽ വേണമെങ്കിൽ കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങാം. ഓക്കെ, നിങ്ങളിപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഓപ്ഷൻസിനെ പറ്റി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാൻ ഇവിടെ സ്റ്റോക്ക് അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണുന്ന ഇവിടുത്തെ മേജർ സ്റ്റോക്സ് ആയിട്ടുള്ള HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ മേജർ സ്റ്റോക്സ് ഒക്കെ ഞാൻ ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത്, അതായത് നമുക്ക് കാരണം ബാങ്കിൻ്റെ ഇൻഡെക്സ് അവിടെ ഒരു റിവേഴ്സിൽ നടന്നു, അല്ലെങ്കിൽ ഒരു ഫോള് നടക്കാൻ പോവാണെന്ന് കണ്ട സമയത്ത് ഞാൻ അവിടെ ഷോർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വീണ്ടും ചെറിയൊരു ഫോൾ ആയിരുന്നു. പിന്നീട് ചെറിയ രീതിയിൽ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു റിക്കവറി ആയിരുന്നു. പിന്നീട് നിങ്ങൾ കാണുന്നുണ്ടാവും വീണ്ടും ഈ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് എത്തി വീണ്ടും അവിടുന്ന് ഒരു പ്രൈസ് റിജക്ഷൻ നടക്കുന്നത് കാണുന്നുണ്ടാവും. പിന്നീട് പ്രൈസ് റിജക്ഷൻ നടന്നിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു രീതിയിലൊരു ഫോളോ നടന്ന് ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു 200 പോയിന്റ് അല്ലെങ്കിൽ 250 പോയിന്റോളം 250 പോയിന്റോളം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ട്. നിങ്ങൾ കാണുന്ന ക്ലിയർ ആയിട്ട് ഒരു
ഫോളാണ് ഇവിടെ ഉണ്ട്. ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡ് റിവേഴ്സിലാണ് ഇവിടെ നടന്നത്. അതായത് ബാങ്ക് നിഫ്റ്റി രാവിലെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ കയറി പോയി മുകളിലോട്ട് പോയി, പിന്നീട് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇതിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ഈ ഒരു സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്തു, മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്തു. എങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫോൾ ഉണ്ടാവാൻ പോകുകയാണെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അസംഷൻ. മേ ബി തെറ്റാവാൻ സാധ്യതയുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് ആണ്, കുറേ അധികം അസംഷൻ വെച്ച് ഡെവലപ്പ് ചെയ്തതാണ്. എങ്കിലും ഓക്കെ, അപ്പോൾ എൻ്റെ രീതിയിൽ അനാലിസിസ് അവിടെ ഒരു ഫോൾ വരാൻ പോകുന്ന സമയത്താണ് ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതേ സമയത്ത് ഞാൻ അവിടെ ബാങ്കുകളിലെ കുറച്ച് മേജർ സ്റ്റോക്സ് അവിടെ ഷോർട്ട് പൊസിഷൻ എടുക്കുകയുണ്ടായി. ഓക്കെ, പിന്നീട് നിങ്ങൾ നോക്കുന്ന ക്ലിയർ ആയിട്ട് എൻ്റെ അസംഷൻ പ്രോപ്പറായ രീതിയിൽ വർക്കായി. അവിടെ നിന്ന് ഏകദേശം 250 പോയിന്റോളം ബാങ്ക് നിഫ്റ്റിയിൽ ഫോൾ ഉണ്ടായി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഫോൾ ഉണ്ടായ സമയത്ത് എന്താണ് ഇതിൽ ഈ ഞാൻ ഷോർട്ട് ചെയ്തതിൽ പല സ്റ്റോക്കുകൾ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഡസിൻ്റെ ബാഗ് ഏകദേശം 392 രൂപ എന്നുള്ള ലെവലിന് ഏകദേശം 10 രൂപയുടെ ഫോൾ, ഏകദേശം 3%, 2.5%, 3%ൻ്റെ ഫോൾ ഉണ്ടായിരുന്നു. നമ്മുടെ ആക്സിസ് ബാങ്ക് ഏകദേശം 5 രൂപേൻ്റെ 6 രൂപയുടെ ഫോൾ ഉണ്ടായിരുന്നു ആക്സിസ് ബാങ്കിൽ. ഒരുവിധം എല്ലാ മേജർ ബാങ്ക്സിലൊക്കെ HDFCയിൽ ഉണ്ടായിരുന്നു ഏകദേശം 6 രൂപ 7 രൂപയുടെ ഫോൾ ബാങ്ക്സിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻഡിക്കേഷൻ കാണുന്ന സമയത്ത് ഇവിടെ എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു ഫോൾ ഉണ്ടാകാൻ പോവാണ്. നമുക്കിവിടെ ബാങ്ക് സ്റ്റോക്ക് ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബാങ്ക് സ്റ്റോക്ക് ഷോർട്ട് ചെയ്തില്ലെങ്കിലും അവിടെ നിങ്ങളൊരു ഇൻട്രാഡേ ബൈ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ബാങ്ക് ഇൻഡെക്സ് നിങ്ങൾ അനലൈസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഒരു ഫോളിനാണ് ഒരു സാധ്യത. അങ്ങനെ രീതിയിൽ നിങ്ങളൊരു അസംഷൻ നടന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് അവിടെ ഒരു ഇൻട്രാഡേ ബൈ എടുക്കും. ചില ആൾക്കാരുണ്ടാവും ഇപ്പോൾ 100 രൂപയുള്ള സ്റ്റോക്ക് കുറച്ച് കയറി, അതായത് രാവിലെ 100 രൂപയ്ക്ക് നിങ്ങൾ കണ്ടായിരിക്കും, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 103 രൂപയിലെത്തി, വീണ്ടും 100 രൂപയിലെത്തുന്ന സമയത്ത് വീണ്ടും ബൈ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കുന്നത് വീണ്ടും അത് കയറിപ്പോകുന്ന സമയത്ത് സെല്ലിയാണ്. ഓക്കെ, മേ ബി അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ, ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു ട്രെൻഡ് റിവേഴ്സലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്ന ഒരു സമയത്ത് നമുക്ക് അവിടെ നമ്മൾ അറിയാണ്ട് പോയിട്ടൊരു ബൈ എൻട്രി എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തെറ്റ് പറ്റുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻഡെക്സ് അനലൈസ് ചെയ്യുന്നത്, പ്രോപ്പറായ രീതിയിൽ അനലൈസ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അതാണ് ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കി കാണാൻ പറ്റും. നമ്മളെ ബാങ്ക് സ്റ്റോക്സിൻ്റെ ഫോൾ പോസിബിൾ ഞാൻ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലായിരുന്നു. അവിടെ ആ ഒരു ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ സപ്പോർട്ടും മൂവിങ് ആവറേജ് ഒക്കെ കട്ട് ചെയ്ത സമയത്തായിരുന്നു ഞാൻ അങ്ങനെ ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്ക് സ്റ്റോക്ക് ഷോർട്ട് ചെയ്യുന്നുണ്ടായി. ബാങ്ക് സ്റ്റോക്സ് ഷോർട്ട് ചെയ്ത് ബാങ്ക് സ്റ്റോക്സിൽ നല്ലൊരു ഫോൾ ഉണ്ടായി. ഏകദേശം പിന്നീട് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 19,020 വരെ മറ്റോ ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഫോൾ ഉണ്ട്. ഏകദേശം 200, 250, 260 പോയിന്റോളം ബാങ്ക് നിഫ്റ്റിയിൽ ഫോൾ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും നോക്കുകയാണെങ്കിൽ കാണണം ഈ ഒരു ബാങ്ക് നിഫ്റ്റി പറഞ്ഞ ഒരു ചെറിയ ഡൗൺ ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും കറന്റ് ഈ ഒരു ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് ഈ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് അവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു ട്രേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു അബദ്ധത്തിലൊരു പോയിട്ടൊരു എൻട്രി എടുക്കുന്ന നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ ട്രെൻഡിലാണ്. അപ്പോൾ എനിക്കിത് പ്രോപ്പർ രീതിയിൽ അനലൈസ് ചെയ്യുന്ന വഴി എനിക്കെന്ത് സംഭവിച്ചു, എനിക്ക് അവിടെ ഒരു എനിക്കിവിടെ ഒരു ഷോർട്ട് പൊസിഷൻ ഞാൻ എടുത്തു. അതൊക്കെ നിങ്ങൾ സാധാരണ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ഒരു ബൈ എൻട്രി എടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒഴിവാക്കാൻ സഹായിക്കും. അതാണ് ഈ ഇൻഡെക്സും കൂടി പ്രോപ്പറായ രീതിയിൽ ട്രാക്ക് ചെയ്യുന്നത്. ഇതിപ്പം ബാങ്ക് സ്റ്റോക്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി അനലൈസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ പെർട്ടിക്കുലർ ഫാർമ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫാർമ സെക്ടേഴ്സ് ഫാർമ ഇൻഡെക്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ എല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ കോമൺ ആയിട്ട് ഇപ്പം ട്രാക്ക് ചെയ്യുന്നത് നിഫ്റ്റിയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയാണ്. ഞാൻ കൂടുതലും ഇപ്പം ബാങ്ക് സ്റ്റോക്സ് വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ, അതായത് ബാങ്ക് സ്റ്റോക്സിൽ വോളറ്റൈലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ബാങ്ക് സ്റ്റോക്സ് ആണ് ട്രേഡ് ചെയ്യാൻ കൂടുതലായിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റി ക്ലിയർ ആയിട്ട് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ 28th മെയിലെ ഈ ഒരു അനാലിസിസും കാര്യങ്ങളെന്ന് പറയുന്നത്. എൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ് നമ്മളൊരു അനലൈസ് ചെയ്ത് ഇൻഡെക്സ് അനലൈസ് ചെയ്ത് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എനിക്ക് ഓപ്ഷൻസിൽ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്കിവിടെ ബാങ്ക് സ്റ്റോക്സിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ഇത് 28ാം തീയതിയാണ്. അതിൻ്റെ തൊട്ട് മുൻപത്തെ ഒരു ദിവസത്തെയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ അന്ന് ബാങ്ക് സ്റ്റോക്സിൽ നല്ലൊരു മൂവ്മെൻറ്റ് നടന്നൊരു ദിവസമായിരുന്നു 27ാം തീയതി എന്ന് പറയുന്നത്. ഞാൻ അപ്പോൾ അതിൻ്റെ കുറച്ച് ചാർട്ട് ഓക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ബാങ്ക് സ്റ്റോക്ക് എല്ലാ ചാർട്ട് ലെവൽസും മേജർ ലെവൽസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എൻ്റെ ടെലിഗ്രാം ചാനലിൽ. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യം തന്നെ ബാങ്ക് നിഫ്റ്റി അപ്ഡേറ്റ് ചെയ്ത ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ കാണുന്ന ഈ ഒരു സ്റ്റോക്ക് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വന്ന സമയത്താണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തത്. അതായത് എന്താണ് റെസിസ്റ്റൻസ് ലെവലാണ് ഇവിടെ ഉള്ളത്. റെസിസ്റ്റൻസ് ലെവലാണ് ഒന്നിക്കലി ഈ ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ മേ ബി താഴത്തോട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക് ചെയ്തെന്താണ് നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നല്ലൊരു മൂവ്മെൻറ്റിന് പോസിബിലിറ്റി. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്.
ജസ്റ്റ് ഞാൻ ഫോട്ടോസും മറ്റും ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അതൊക്കെ അറിയാമെന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക, അതുകൊണ്ടാണ് ഞാൻ ചാർട്ട് അടക്കം ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നിങ്ങൾ പല ടെലിഗ്രാം ചാനലും മറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ബൈ സെല്ല് ഫോളോയും മുകളിലോട്ട് പോകുന്നതൊക്കെ പറഞ്ഞായിരിക്കും പല ആൾക്കാരും കോഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പക്ഷേ ഞാൻ ഷെയർ ചെയ്യുന്നത് വിത്ത് ചാർട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് നിങ്ങളും കൂടി മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ചാർട്ട് അടക്കം ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് 27th ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ആ കണ്ട ഒരു ലെവൽ, ഇവിടെ കണ്ട ഒരു ഇമേജ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ലെവലാണ് നിങ്ങളവിടെ കണ്ടത്. ഓക്കെ, ഈ ഒരു റേഞ്ച്. ഓക്കെ, ഇത് നിങ്ങൾ കാണണം. ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ 26-ാം തീയതിയൊക്കെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിൽ വന്ന് പലതവണ ഇവിടെ റിജക്ഷൻ നടന്നു. ഒരു തവണ ഇവിടെ റിജക്ഷൻ നടന്നു, രണ്ടാമത്തെ തവണ നടന്നു, മൂന്നാമത്തെ തവണ നടന്നു. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും 4ാമത്തെ തവണ റിജക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ പലതവണ അവിടെ ഒരു ബാങ്ക് നിഫ്റ്റിയിലൊരു റിജക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ്, അതിന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾ നോക്കുക, അടുത്ത അതിന് തൊട്ടപ്പോൾ തന്നെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഓക്കെ നിങ്ങൾ കാണുന്ന ആ ഒരു ഞാൻ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ബാങ്ക് സ്റ്റോക്സ് അപ്പ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ബാങ്ക് സ്റ്റോക്സും മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കാണാൻ നല്ല രീതിയിൽ ബാങ്ക് സ്റ്റോക്സ് നല്ലൊരു അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് ഇനീഷ്യലി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. ബാങ്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അനാലിസിസ്, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ഇൻഡെക്സും കൂടി ട്രാക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാങ്ക് സ്റ്റോക്സ് നല്ലൊരു മൂവ്മെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പോയിട്ട് ബാങ്ക് സ്റ്റോക്കുകൾ ഷോർട്ട് ചെയ്യുന്നത് പോലുള്ള അബദ്ധങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കും. ഓക്കെ, ഒരു പ്രോപ്പറായിട്ട് എൻട്രി എടുത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അബദ്ധങ്ങൾ കുറക്കാനെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ കുറക്കാനെങ്കിലും നമ്മൾ ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ഇതിൽ ഈ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽപ്ഫുള്ളായി മാറും. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പിന്നീട് നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ കാണുന്ന ഇതാണ് നമ്മുടെ 27th ചാർട്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ബാങ്ക് നിഫ്റ്റി ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് എപ്പോഴും ഒരിക്കലും ഇത് ഈ ഒരു നമ്മുടെ മൂവിങ് ആവറേജ് പോലും കട്ട് ചെയ്ത് താഴത്തോട്ട് വന്നിട്ടില്ല. നല്ല രീതിയിലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. നല്ല രീതിയിൽ കയറി പോയായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഏകദേശം അന്നത്തെ ദിവസം ഏകദേശം 1000 പോയിന്റോളം ബാങ്ക് നിഫ്റ്റി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ബാങ്ക് നിഫ്റ്റി കയറി പോയ സമയത്ത് അടുത്ത ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലായിരുന്നു ഏകദേശം ഈ ഒരു 18,200 ലെവലൊക്കെ ആയിരുന്നു അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ഈ 18,200 വെച്ച് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഒരു റിജക്ഷൻ വരാം, അല്ലെങ്കിൽ താഴത്തോട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു റിവേഴ്സിൽ വരാം, അല്ലെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, വീണ്ടും ഇവിടെ നല്ലൊരു സ്ട്രെങ്ത്തിലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, നല്ലൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. പിന്നീട് ഏകദേശം ഒരു 500 പോയിന്റിൻ്റെ റാലി അവിടെ നടന്നു. ഓക്കെ, ആ ഒരു റാലിയിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഒരു ചാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു ബാങ്ക് നിഫ്റ്റി അന്നത്തെ ദിവസം ഒരിക്കലും ആ ഒരു നമ്മളെ ഈ മൂവിങ് ആവറേജ് കട്ട് ചെയ്തിട്ട് താഴത്തോട്ട് വന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ ഒരു റിവേഴ്സിൽ വരുന്നവർ അല്ലെങ്കിൽ ഈ ഒരു മൂവിങ് ആവറേജ് കട്ട് ചെയ്ത് താഴത്തോട്ട് വരുന്ന നമുക്കൊരു എൻട്രി എടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റും. അന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഏകദേശം ആക്സിസ് ബാങ്ക് ഒക്കെ ഏകദേശം 40 രൂപ 50 രൂപയുടെയൊക്കെ മൂവ്മെൻ്റ് ആയിരുന്നു ആക്സിസ് ബാങ്കിൽ ഉണ്ടായിരുന്നത്. ICICI ബാങ്കിൽ എല്ലാ ബാങ്കിലും നല്ല ഗെയിൻ ഉണ്ടായിരുന്നു, എല്ലാ ബാങ്കുകളിലും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻഡെക്സും കൂടി അനലൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ഇതൊക്കെ ഈ ഒരു ലെവൽ ഈ 18,000 എന്ന് പറഞ്ഞാൽ മേജർ റെസിസ്റ്റൻസ് ലെവലാണ്. അത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മളൊന്നും അറിയാത്ത ഒരാൾ പോയിട്ട് ഇവിടെ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഷോർട്ട് ചെയ്യുന്ന ആളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. ഏകദേശം 500 പോയിന്റാണ് ഇവിടുന്ന് ബാങ്ക് നിഫ്റ്റി ഗെയിൻ ചെയ്തത്, അല്ലെങ്കിൽ വീണ്ടും കയറി ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലും അബദ്ധങ്ങൾ പറ്റുന്നത് നമ്മൾ ഈ ഒരു ബാങ്ക് നിഫ്റ്റി കൂടി ട്രാക്ക് ചെയ്യുന്നത് നമുക്ക് കുറക്കാൻ വളരെയധികം സഹായിക്കും. ഇതുപോലെ തന്നെ ഇത്തരത്തിലാണ് ഞാൻ അനലൈസ് ചെയ്ത് പല ചാർട്ടുകൾ എൻ്റെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നീട് 2 ദിവസം മുന്നേ ഒരു മേജർ ഫോൾ ഉണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മേജർ ഫോൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ May 22 എൻ്റെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്ത ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ചാർട്ട് കാണുന്നത് ഈ ഒരു ബാങ്ക് നിഫ്റ്റി ഏകദേശം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് 17,600 ഒക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി 17,500 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് ആ ഒരു ദിവസത്തെ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ച ലെവലാണ് ഇത്. ഏകദേശം 17,450 500 ലെവലിലായിരുന്നു ഈ ഒരു
ഇത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലതവണ ആ ഒരു ലെവലിൽ വന്നിട്ട് ബാങ്ക് നിഫ്റ്റി തിരിച്ച് കയറിപ്പോയതൊക്കെ കാണുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാവും അതൊരു ക്രൂഷ്യൽ ലെവലാണ്, ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഫോളോ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളിവിടെ നോക്കി കാണുന്നുണ്ടാവും ആ ഒരു 17,500 ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ഫോളോ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് ഓരോ സെക്കൻഡിൽ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വലിയൊരു ക്യാൻഡിൽ വെച്ചിട്ട് പെട്ടെന്നായിരുന്നു നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 400 പോയിന്റിൻ്റെ ഫോളോളം ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകിൽ നമുക്ക് ബാങ്ക് സ്റ്റോക്സ് ഷോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായ രീതിയിൽ അനലൈസ്, ഒന്നുകിൽ നമുക്ക് ഇൻഡെക്സിൽ തന്നെ ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് സ്റ്റോക്സിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇൻഡെക്സ് റീഡ് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഇൻഡെക്സ് റീഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഇത്തിരി സമയം പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലാവും. ഓക്കെ, ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നത് വഴി ഒരു ക്രൂഷ്യൽ അതിൻ്റെ സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ബൈ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സെല്ല് കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് പ്രോപ്പറായ രീതിയിലൊരു എൻട്രി കൂടെ എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഫോളോ നടക്കുന്ന ഈ ഒരു ലെവലിൽ പോയിട്ട് നമുക്ക് എൻട്രി എടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പോയിട്ട് അവിടെ പോയിട്ട് ഒരു ബൈ എടുക്കുന്ന നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങൾ കാണുന്നത് ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നു, പിന്നെ ഇവിടെ പോയിട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒരു ഷോർട്ട് ചെയ്യുന്ന പോലെ തന്നെ മണ്ടത്തരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ബാങ്ക് നിഫ്റ്റി റീഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ. ക്രൂഷ്യൽ ലെവൽസ് നമുക്ക് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിൻ്റെ ക്രൂഷ്യൽ ലെവൽസ് നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡ് വളരെ നല്ലൊരു രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, വളരെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. കുറേയധികം നമുക്ക് ആക്യുറസി, ഞാൻ നേരത്തെ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 5% 10% നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റിയുടെയും മറ്റും ചാർട്ട് നിങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ട്രേഡ് കുറേയധികം ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. മേ ബി ഈ ഒരു ഫീൽഡിലേക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പോൾ നിങ്ങൾ അത് തന്നെ ചെയ്യേണ്ടത് ടെക്നിക്കൽ അനാലിസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. യൂട്യൂബ് വീഡിയോസൊക്കെ മറ്റൊക്കെ കണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്കൽ അനാലിസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിലൂടെ ഷെയർ ചെയ്ത എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അത്രയും എൻ്റെ പരമാവധി ഞാൻ സിമ്പിളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്നിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.